ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചില ഫണ്ടമെന്റൽ തിയറങ്ങളാണ്. കാൽക്കുലസിൽ വരുന്ന ചില ഫണ്ടമെന്റൽ തിയറംസ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കാൽക്കുലസിന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ തിയറം നോക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ ഫ്രം എ ടു ബി ഡി എഫ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിലെ ഫംഗ്ഷൻ ഓഫ് ബി നമുക്ക് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ മൈനസ് ലോവർ ലിമിറ്റിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ, അതായത് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാവുന്നതാണ് ആ ഒരു ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ദ ഇന്റഗ്രൽ ഓഫ് എ ഡെറിവേറ്റീവ് ഓവർ സം റീജിയൻ ഈസ് ഗിവൺ ബൈ ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദ എൻ പോയിന്റ്സ് അല്ലെങ്കിൽ ബൗണ്ടറി പോയിന്റ്സ്. ബൗണ്ടറി പോയിന്റ്സിലുള്ള വാല്യൂസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷൻ തരുക. ഇൻ വെക്ടർ കാൽക്കുലസ് ദർ ആർ ത്രീ സ്പീഷീസ് ഓഫ് ഡെറിവേറ്റീവ്സ്: ഗ്രേഡിയന്റ്, ഡൈവേർജൻസ് ആൻഡ് കേൾ. And it each has its own fundamental theorem which is essentially the same format. First നമുക്ക് fundamental theorem for gradient നോക്കാം. Suppose we have a scalar function of three variables. T എന്ന് പറയുന്നത് scalar function of three variables x and y and z ആണെങ്കിൽ total change in T from going from A to B നമുക്ക് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. ഇന്റഗ്രേഷൻ a to b del t dot dl equal to t of b minus t of a. അപ്പൊ ഒരു ഗ്രേഡിയന്റ് ടേമിനെ നമ്മൾ നേരത്തെ ഡെറിവേറ്റീവ് ടേമിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. ഇവിടെ നമുക്ക് ഗ്രേഡിയന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൗണ്ടറി വാല്യൂസിന്റെ ഡിഫറൻസ് തന്നെയായിരിക്കും. അതായത് നേരത്തെ നമ്മൾ സിംഗിൾ വേരിയബിളിന്റെ ഒരു ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിളിന്റെ ഇന്റഗ്രേഷൻ ആണ് കണ്ടത്. ഇവിടെ ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിളിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയൻസ് ഈസ് ദാറ്റ് ദ ഇന്റഗ്രൽ, ഇവിടെ എന്ത് ഇന്റഗ്രൽ ആണ്? ലൈൻ ഇന്റഗ്രൽ ആണ്. ദ ഇന്റഗ്രൽ ഓഫ് എ ഡെറിവേറ്റീവ് ഇവിടെ എന്ത് ഡെറിവേറ്റീവ് ആണ്? ഗ്രേഡിയന്റ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദ ബൗണ്ടറീസ്. ബൗണ്ടറീസ് എന്ന് പറയുന്നത് എയും ബിയും. അപ്പോൾ അതിന്റെ ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ ടു ബി എന്ന് പറയുന്ന പാത്ത് നമുക്ക് എങ്ങനെ വേണേലും പാത്ത് സെലക്ട് ചെയ്യാം. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന പല രീതിയിലുള്ള പാത്ത് നമുക്കുണ്ട്. രണ്ട് നമുക്ക് ബൗണ്ടറി പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഇന്റഗ്രേഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫ്രം എ ടു ബി എന്ന് നമുക്ക് പറയാം. അത് മാത്രമല്ല ഇനി എയും ബിയും അഥവാ ബിഗിനിങ് ആൻഡ് എൻഡ് പോയിന്റ്സ് ആർ ഐഡന്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ, ബിഗിനിങ്ങും എൻഡ് പോയിന്റ്സും ഐഡന്റിക്കൽ ആണോ എന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് സർഫസ് ആണെന്ന് പറയാം. അപ്പോ ഈ ഒരു രണ്ട് പോയിന്റും ചേർന്നിട്ടാണെങ്കിൽ അതിനെ ക്ലോസ്ഡ് ടേം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇന്റഗ്രേഷന് നമുക്ക് ക്ലോസ്ഡ് ഇന്റഗ്രൽ, അതിന് ഇവിടെ ഒരു സർക്കിൾ കൊടുക്കാം. അപ്പോൾ അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഈ ഇന്റഗ്രേഷനിൽ ഒരു സർക്കിൾ സിമ്പിളുള്ളത്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഗ്രേഡിയന്റ് ടി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബിക്കോസ് ടി ഓഫ് ബി മൈനസ് ടി ഓഫ് എ ഈസ് 0. ഇനി ഫണ്ടമെന്റൽ തിയറം ഫോർ ഡൈവേർജൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവിന്റെ ഭാഗത്ത് ഡൈവേർജൻസ് ടേം ആണ് വന്നിരിക്കുന്നത്. അതായത് ഇന്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് സർഫസ് ടേം. ആ ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾ വെക്ടർ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. വെക്ടർ ഫംഗ്ഷൻ ഇവിടെ എടുക്കുന്നത് ഡൈവേർജൻസ് കാണാനായിട്ട് നമ്മൾ വെക്ടർ ഫംഗ്ഷൻ ആയിരിക്കണം. ഈ ഒരു തിയറത്തിന് നമുക്ക് ഗോസ് തിയറം, ഗ്രീൻസ് തിയറം, ഡൈവേർജൻസ് തിയറം എന്ന പേരുകളുണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ദ ഇന്റഗ്രൽ ഓഫ് എ ഡെറിവേറ്റീവ്, ഇവിടെ ഡെറിവേറ്റീവ് ഡൈവേർജൻസ് ആണ് ഓവർ എ റീജിയൻ. ഇവിടെ റീജിയൻ എന്ന് പറയുന്നത് വോളിയം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദ ബൗണ്ടറി. അപ്പൊ ഒരു വോളിയത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് സർഫസ് ആണ്, സർഫസ് ദാറ്റ് ബൗണ്ട്സ് ദ വോളിയം. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് സർഫസ് ആണ് കാണിച്ചിരിക്കുന്നത്. ക്ലോസ്ഡ് സർഫസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ് റൈറ്റ് സൈഡിലുള്ളത്. ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഡയറക്റ്റ് വോളിയം ഇന്റഗ്രലും റൈറ്റ് സൈഡിൽ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രലുമാണ് ഉള്ളത്. ദ ബൗണ്ടറി ഓഫ് എ ലൈൻ ഈസ് ജസ്റ്റ് 2 എൻഡ് പോയിന്റ്സ് ബട്ട് ദ ബൗണ്ടറി ഓഫ് എ വോളിയം ഈസ് എ ക്ലോസ്ഡ് സർഫസ്. അപ്പൊ ഇതിന്റെ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വി എന്ന് പറയുന്നത് ഈ വെക്ടർ വി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ടാപ്പിൽ നിന്നും വരുന്ന വെള്ളത്തിനെയാണോ എങ്കിൽ ഇറ്റ് റെപ്രസെന്റ് ദ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. Then the flux of V is the total amount of fluid passing out through the surface per unit time. ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ ഫ്ലോ ഔട്ട് ഓഫ് ത്രൂ ദ സർഫസ് ആയിരിക്കും. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഫ്ലോ. ഇനി തേർഡ് തിയറം ദ ഫണ്ടമെന്റൽ തിയറം ഫോർ കേൾ ആണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷനിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കേൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കേളിന്റെ സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്
നമുക്ക് ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ, ഇവിടെ ലൈൻ ഇന്റഗ്രൽ ഡോട്ട് ഡി എൽ ആണ് തന്നിരിക്കുന്നത്, അതായത് ലൈൻ ഇന്റഗ്രൽ ആണ്. അപ്പൊ ഇതിന് മറ്റൊരു പേര് സ്റ്റോക്സ് തിയറം എന്നാണ്. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്റഗ്രൽ ഓഫ് എ ഡെറിവേറ്റീവ്, ഇവിടെ കേൾ ആണ് ഓവർ എ റീജിയൻ. റീജിയൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ആണ്. അപ്പോ ഇറ്റ് ഈസ് ഒരു സർഫസിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. അപ്പൊ പെരിമീറ്റർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ലൈൻ ഇന്റഗ്രൽ, ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ആണ് കൊടുക്കുക. അപ്പൊ ഇവിടെ ഈ ഒരു ഇന്റഗ്രേഷൻ ടേം ശ്രദ്ധിക്കുക. ഇതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. അപ്പൊ അതായത് നമുക്ക് ഈ ഒരു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ബൗണ്ടറി ലൈൻ. ഒരു പർട്ടിക്കുലർ സർഫസ് എന്നുള്ളത് ഏത് സർഫസ് ആണെന്നുള്ളത് നമുക്ക് നോക്കുന്നില്ല, അത് ബൗണ്ടറി പാർട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. അത് ഇപ്പൊ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഇവിടെ സർഫസ് ഇന്റഗ്രൽ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ, ഈ സർഫസ് തന്നെ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ് സർഫസ് റെപ്രസെന്റ്സ് വോളിയം. സോ നമുക്ക് ഇവിടെ സർഫസ് ഇന്റഗ്രൽ കാണാനായിട്ട് പറ്റില്ല, അത് 0 ആയിരിക്കും ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട്. ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് വോളിയം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയന്റ്, കേള് ആൻഡ് ഡൈവേർജൻസ് തിയറം. നന്നായി പഠിക്കാം. ഓക്കെ.